ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല. നമ്മളിന്ന് പറമ്പിൽ വന്നേക്കുവാണ്. ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാരിയെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ തറവാട്. അതായത് പൊളിഞ്ഞ് എല്ലാം ഒരുവിധമായി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായി. നമ്മളിവിടുന്ന് മാറുമ്പോൾ നല്ല വീടായിരുന്നു. ഇപ്പം ആരും താമസിക്കാനില്ലാത്തതുകൊണ്ട് മൊത്തം പൊളിഞ്ഞ് പോയി. നമ്മളിവിടെ വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാറിയത്. അപ്പോൾ പറമ്പിൽ ചക്കയും മാങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ട് വന്നതാണ്. അന്നൊക്കെ ഞങ്ങൾ പോയപ്പോൾ വന്നപ്പം വല്ല പൂവും കായൊക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. നാട്ടുകാർ പറിച്ചുകൊണ്ട് പോയി തോന്നുന്നു. നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ കാണാം. വാ, കുട എടുത്തുകൊണ്ട് പോകും ആരെങ്കിലും. നല്ല കുട. ഇവിടെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കത്തി ഇവിടെ വെച്ചിട്ട് കത്തി കാണാണ്ട് നമ്മളെ തന്നെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് വരൂ ഗൈസ്, നമുക്ക് പോകാം. ചാക്കും വട്ടിയും ചാക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ വല്ലത് കിട്ടുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് കയറുകയാണ്. നമ്മുടെ സപ്പോർട്ട മരമാണ്. പക്ഷെ ഒരിക്കലും ഒരു സപ്പോർട്ടോലും കിട്ടാറില്ല എന്നാണ് സത്യം. ഇതിനകത്ത് പിഞ്ചായിട്ട് ഒരെണ്ണം കിടപ്പുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ പോലും ഉണ്ട്. അത് നമ്മൾ പറിക്കാമെന്ന് വെച്ച് വരുമ്പോഴേക്കും ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിനകത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട്ട് വരുമായിരുന്നു. നമ്മുടെ ചക്ക കണ്ടോ, മരത്തിൽ നിന്ന് ആരൊക്കെയോ പറിച്ചിട്ട് പോയി. കണ്ടോ, മരം ഇത് ചക്കയെല്ലാം പറിച്ചിട്ട് പോയി. നമ്മളിവിടെ വന്നപ്പോൾ ഒറ്റ ചക്കയില്ല. ഇവിടെ ആളൊന്നുമില്ലല്ലോ. കണ്ടോ, അർദ്ധരാത്രി കുട ചൂടുന്ന പോലെ ഒരാൾ കുട ചൂടി. അപ്പോൾ ഇവിടെ ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് മേലെ വരെ പറമ്പുണ്ട്. അപ്പോൾ ഇവിടെ ആളും മനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വരാറില്ലല്ലോ. അപ്പം നാട്ടുകാർ വന്ന് എല്ലാം പറിച്ചിട്ട് പോകുന്നു. കണ്ടോ, ഈ മരത്തിൻ്റെ നിറയെ ചക്ക ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഒറ്റ ചക്കയില്ല. ആ മരത്തിലുണ്ട്. ഇതാണ്ടോ, കാണുന്നുണ്ടോ? അതിനകത്തിരിപ്പുണ്ട് ചക്ക. പക്ഷെ അത് മൂത്തോന്നും എനിക്കറിയില്ല. നോക്കാം, നമുക്ക് കിട്ടിയാൽ കൊണ്ടുപോകാം. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. തെങ്ങിലൊന്നും ഒന്നുമില്ല. ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ കണ്ട പല സാധനങ്ങളും ഇപ്പോൾ കാണാനില്ല ഗേസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ പറിച്ചായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ കാണുന്നില്ല. എന്ത് ചെയ്യാനാ? എവിടെയാണെന്ന് പറഞ്ഞുതരാം. അതാ ഷീറ്റില്ലേ ചെറിയ, അതിൻ്റെ പൊക്കത്ത് നിറയെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? കാണുന്നില്ല. ഓരോ പ്രതീക്ഷകളായി. ഇപ്പോൾ ഒന്നുമില്ല. വാടിപ്പോയി കരിഞ്ഞുപോയി. പ്രതീക്ഷകളായിരുന്നു, പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷേ അത് വരാൻ നേരത്ത് എന്തൊക്കെയായിരുന്നു? ചക്ക പറിക്കണം, മാങ്ങ പറിക്കണം, പിന്നെ മുരിങ്ങയില പറിക്കണം. മുരിങ്ങയിലേൻ്റെ കൊമ്പെല്ലാം ഉണങ്ങിപ്പോയി. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല മുരിങ്ങയില കിട്ടിയതാണേ. പ്രാവശ്യം ഞാൻ കമ്പ് കാണിച്ചു തരാം. എന്താ പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇത് കണ്ടോ ഗേസ്, ഇതാണ് നമ്മുടെ മുരിങ്ങയില കമ്പ്. മൊത്തം ഉണങ്ങി പറഞ്ഞു പോയി. എന്താ അവസ്ഥ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്തുണ്ടോ, ചക്കയെല്ലാം ചീഞ്ഞു പോയി. മൊത്തം ചീഞ്ഞ് നാശമായിപ്പോയി. ഒരു സാധനം ഇപ്രാവശ്യം ഈ പറമ്പിൽ കാണുന്നില്ല. ആളില്ലാത്ത പറമ്പായതുകൊണ്ട് ആരും നമ്മൾ വന്ന് നോക്കൊന്നും പിടിക്കുന്നൊന്നുമില്ല. വല്ലപ്പോഴേ വരുള്ളൂ. ഇച്ചാൻ കൊണ്ടുവന്നാൽ വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സാധനം കിട്ടാനില്ല. ഓണല്ലേ. ഇത് കണ്ടോ, നമ്മുടെ കപ്പളങ്ങയെല്ലാം പഴുത്ത് ചീഞ്ഞ് കുളമായി കിടക്കുക. കണ്ടില്ലേ? മാങ്ങ ഇരിപ്പുണ്ട്. മാങ്ങ ഇതിനകത്ത് മാങ്ങ ഉണ്ട്. ഞാൻ തിന്നിട്ടുണ്ട്. ചക്ക ഇടുകയാണ് ഗേസ്. എല്ലാം ചീഞ്ഞു പോയിട്ടുണ്ട്. കത്തിയില്ലാണ്ടാ ചക്ക ഇടുന്നത്. കത്തി കൊടുത്ത് താഴെ ഇരിപ്പുണ്ട്. വന്ന സ്ഥിതിക്ക് ഒരു സാധനമില്ല ഈ പറമ്പിൽ. എല്ലാം പോയൊക്കെ. മാങ്ങയൊന്നും കാണുന്നില്ല. മാങ്ങ കുറവെല്ലാം ആയി വരുന്നേ ഉള്ളൂ. മൊത്തത്തിൽ ശോകമാണ്. വീഴാത്ത മേലെ ഭാഗം ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. മേലെ ഭാഗത്തൊന്നും കൂടി പിടിച്ച്
അമ്മ പട്ടി പട്ടി. പട്ടിച്ച നമ്മുടെ പറമ്പിൽ ഞങ്ങൾ വന്നതിന് നിനക്കെന്താ പട്ടി? മര്യാദയ്ക്ക് വെക്കോ. ആ അത് പോയി. ആ പേടിത്തൊണ്ടി. നമ്മളെ പറമ്പിൽ നമ്മൾ വന്നതിന് പട്ടി വന്ന് കുറയ്ക്കുന്നു. ഇതെന്താ വീഴാത്ത? ഇപ്പം വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം വീഴും. ചാൻ ക്ഷീണിച്ചു പോയി. ഇച്ചാൻ ക്ഷീണിച്ചു പോയി കുത്തി കുത്തി. ഒരു ചീര കിട്ടിയിട്ടോ, ഞാൻ പറിച്ചിങ്ങെടുക്കും. ഇതാണ് നമ്മുടെ പറമ്പ്. ഇന്നങ്ങ് മേലെ വരെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് മേലെ വരെ ഉണ്ട് പറമ്പ്. പക്ഷെ കാടായതുകൊണ്ട് ഇച്ചാൻ കയറാൻ സമ്മതിക്കില്ലല്ലേ. ഞാൻ കയറിയേനെ. അങ്ങ് താഴെ ഇരിക്കും. താഴെ നമ്മുടെ വീട് കണ്ടോ. ചക്ക വീണു. ചക്ക വീണ പോലത്തെ ശബ്ദമല്ല, ചക്ക വീണു. ഇച്ചാൻ അതിസാഹസികമായിട്ട ചക്ക വീഴ്ത്തി. എന്താ കിടക്കുന്ന ചക്ക കാണുന്നുണ്ടോ? ചക്ക ഒന്നുമില്ല. നമ്മുടെ പറമ്പിൽ ആരൊക്കെയൊക്കെ ഇരുന്നിറങ്ങുന്നുണ്ട്. ഈ പശു ആടുള്ളവരൊക്കെ ഇവിടെ കയറി സാധനങ്ങൾ പറിക്കൽ, ഇലവെട്ടൽ, കൊമ്പ് വെട്ടലൊക്കെയാണ് പരിപാടി. നമ്മളിവിടെ ഇല്ലല്ലോ. വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ നമ്മൾ ആരെടുത്ത് ചോദിക്കാൻ ആരാന്നറിയത്തില്ല. നമുക്കാണെങ്കിൽ എപ്പോഴും വരാൻ പറ്റില്ല. ഇച്ചാനുള്ളപ്പോഴേ വരാൻ പറ്റുള്ളൂ. ശോക അങ്ങോട്ട് മേലോട്ടേക്കൊക്കെ ഉണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇച്ചാൻ സമ്മതിക്കില്ല, കയറാൻ സമ്മതിക്കില്ല. അല്ല ഞാൻ കയറി നോക്കിയാൽ അങ്ങ് മേലെ വരെ ഉണ്ട്. നമ്മൾ കുറച്ച് മേലെ വരെ അങ്ങ് മേലെ വരെ ഉണ്ട്, സംഭവമുണ്ട്. പക്ഷേ കാടാണ് കണ്ടോ, ഫുള്ള് കാടാണ്. മേലോട്ടേക്ക് വനം പോലെ ഇരിക്കുക. അതായത് ഈ ഫോറസ്റ്റൊക്കെ മാതിരി നിറയെ കാട് പിടിച്ചിരിക്കുക. ഫോറസ്റ്റ് നിറയെ കാട് അങ്ങനെയുള്ള കേട്ടോ. അപ്പം ഇച്ചാന് പേടിയാണ് മേലോട്ടേക്ക് കയറ്റാൻ. ഒരാൾ പശുവിനെ കാണാൻ പോയേക്കുക. കൊച്ചിന് മലയാളം പോലും മര്യാദയ്ക്കറിയില്ല. എന്നിട്ട് അവൾ ഹിന്ദി ഇംഗ്ലീഷൊക്കെയാണ് കൊച്ചിനെ പഠിപ്പിക്കുന്നത്. ഇത് അപ്പുറത്തെ വീടാട്ടോ. നമ്മുടെ ഇവിടെ തൊട്ടിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ അവിടെ നിന്നോട്ട് ഇങ്ങോട്ടേക്ക് വേറെ. ഇതാണ് മുത്തിൻ്റെ പ്രായമുള്ള തേക്ക്. ഇത് അവളുടെ ഇവിടെ ആ കാണുന്ന സാധനമില്ലേ, ആ കാണുന്ന കറുപ്പ് ഡ്രസ്സിട്ട സാധനത്തിൻ്റെ പ്രായമുള്ള തേക്കാണിത്. അവളെ പോലെ തന്നെ മുരണ്ടിയിരിക്കുന്നുണ്ട്. ഏതാ അതാ ആ തേക്കൊക്കെ ഇതല്ലേ? ഈ തേക്കൊക്കെ അവളുണ്ടായ സമയത്ത് നട്ടതാ. ഈ ഉറുമ്പ് പക്ഷെ എല്ലാം അരണ്ടിരിക്കുന്നു. എന്താണാവോ. അത് മേലോട്ടൊക്കെ ഉണ്ട് തേക്ക്. ഇതുണ്ടോ? അങ്ങനെ നമ്മളിവിടെ വന്ന് ശരിക്കും നോക്കാത്തത് കൊണ്ട് മൊത്തം നശമായിട്ട് കണ്ടോ. ഈ മരത്തൊക്കെ ഇതിലൊക്കെ നിറയെ പൂ ഇട്ടിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പോൾ ഒറ്റ മാങ്ങ കാണുന്നില്ല. എവിടെ പോയി എന്തോ ആവിയായിപ്പോയോ, നാട്ടുകാർ വല്ലതും പറിച്ചു ഒന്നുമില്ല. അത് ആ മാവിനകത്ത് ഇത്രയും മാങ്ങകൾ മേലെ കൊമ്പിനകത്തുള്ള ഒന്നും പഴുത്തിട്ടുമില്ല മൂത്തിട്ടുമില്ല. അത് അരണ്ടിരിക്കും. കണ്ണ് കിട്ടിയതാണോ ഒന്നും അറിയില്ല. നമുക്ക് മാങ്ങയൊന്നും പറിക്കാനുള്ള പിന്നെ പശു എവിടെ? ഇപ്പോഴമ്മ നേരത്തെ വീഡിയോ ഓണാക്കാണ്ട് ഭയങ്കരമായിട്ട് വീഡിയോ എടുത്തു. അതിലിപ്പം വയ്യ. വീഡിയോ ഓണാക്കാണ്ട് എൻ്റെ ഈ ബോധവും വിവരവും ഇല്ലാത്ത എൻ്റെ കയ്യിലൊക്കെ ക്യാമറയും ഫോണും തരുമോ? എവിടെ പോകുക? അമ്മേനെ പോലെ പറമ്പ് കയറാൻ പോവാണോ? അതാ കമ്പ് കുഞ്ഞാണി കുറച്ച് വലുതായി കഴിഞ്ഞാൽ പപ്പ വരുന്നതെന്ന് നോക്കണ്ടല്ലോ. നമുക്ക് വന്നിട്ട് പറിച്ചിട്ട് പോകാം. കുഞ്ഞാണി മരത്തിൽ കയറും, നമുക്ക് പറിച്ചു തരും.
ഇവളെന്നെ പരിഹസിക്കുന്നു. ഓണാണോ ക്യാമറ, ഓണാണോ ക്യാമറ. ക്യാമറ ഓഫാക്കി വെച്ചിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ ഇവിടെ ചർച്ച ചെയ്യാം. നോക്കുമ്പോ ക്യാമറ ഓഫ്. വീട്ടിൽ ലാസ്റ്റ് വീഡിയോയിലൊന്നും ഉണ്ടാവില്ല. അമ്മ കുറെ പറയും. ഇതാരാ ഇങ്ങനെ കണ്ണ് കെട്ടിപ്പിടിക്കുന്നേ? എൻ്റെ കുറേ കഥകൾ മിസ്സായി ഗൈസ്. ഞാൻ ക്യാമറ ഓണാക്കാതെ പറഞ്ഞു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ആരെ അതാരാ വെച്ചാ ഈ വീട്ടിലുള്ളവരെയാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ ഇപ്പം ആരും ഇല്ല അല്ലേ? ഒന്നിച്ച് കളിച്ച് ഒരു പാത്രത്തിലുണ്ട് നടന്ന ആൾക്കാരല്ലേ. ചേട്ടനാനിയനും ചേട്ടനാനിയും ഞാനും ചേട്ടനാനിയും. ടോമി മരപ്പണിക്ക് പോയിട്ട് ലോറിയിൽ നിന്ന് വീണ് 1 വർഷം കിടന്നിട്ട് മരിച്ചു. അതിൻ്റെ പിറ്റേ വർഷം റോയി മരിച്ചു. എന്താ അതേ സമയത്ത് പിറ്റേത്തെ വർഷം? അതെന്താ സംഭവം? അയ്യോ, അതെന്നാ പറ്റി? രണ്ടുപേരും ഒരേ ദിവസം മരിച്ചത്? അതിൻ്റെ പിറ്റേ ദിവസം കറക്റ്റ് അവരുടെ അമ്മയും മരിച്ചു. അതേ ദിവസത്തിൽ 3 വർഷം അടുപ്പിച്ച് എല്ലാരും ഇപ്പം ആരാളെ? ജോയിച്ചേട്ടൻ മാത്രമല്ല, ടോമിൻ്റെ ഭാര്യ. അയ്യോ, അതിനുശേഷം ഇവിടെ ആരും താമസിച്ചിട്ടില്ല. അതങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ പോകുമ്പോലെ ഹോണ്ടഡ് ഹൗസ്. നമ്മളൊക്കെ പറയും വീട് ശരിയല്ലാഞ്ഞിട്ടാന്ന് പറയരുത് എന്നൊക്കെ പറയും. പക്ഷെ ചില വീടുകൾ ശരിയുണ്ടാവില്ല. ഇതിനു വേണ്ടി ഒരു തോർത്തൊക്കെ തന്നേക്കും. ഒരു ചീര കിട്ടിയത്. ഇതുകൊണ്ട് എന്താണ് ഉപകാരം? വെയിലത്തിറങ്ങുമ്പോൾ ഇങ്ങനെ വേണം. അല്ല, ചക്കി മാങ്ങി പറിച്ച് ക്ഷീണിക്കുമ്പോൾ മുഖം തുടയ്ക്കാൻ വേണ്ടി. വെയിലല്ലേ, പക്ഷെ തുടയ്ക്കേണ്ട ആവശ്യം വന്നില്ല. ഹലോ, അരക്ക മോന്തലെ കൊണ്ട് തേക്കും. അവളുടെ മോന്തയിൽ കൊണ്ട് തേക്കൂന്നെ. ഇതെങ്ങനെയെങ്കിലും താഴേക്ക് വന്നായിരുന്നോ? ഇത്ര നേരം അവന് എന്ന് വേണ്ടായിരുന്നു. ഇപ്പൊ അവന് പപ്പ ചക്ക ഇതാക്കുമ്പോൾ ഞാൻ എടുക്കണം. അവള് വീഡിയോ എടുക്കും. വീഡിയോ വെച്ചാൽ നീ വരുവടാ എൻ്റെ അടുത്ത്. വീഡിയോ ഞങ്ങളുടെ മുഖമൊന്നും വീഡിയോയിൽ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആരാധകരെ കൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടത്തില്ലല്ലോ. പിന്നെ ആരാധകർ കൂടും. ഇവനെ ചെയ്യാൻ പറ്റില്ല. ഇവനെ ആരെയും അടിക്കും. ഇതെന്താ ഞാനത്തെ കൈ എടുക്കും? ഞാൻ എന്താ ശക്തിമാനാ? അമ്മ തുടരുത്. പക്ഷെ അമ്മയുടെ ഒക്കെ തിരിക്കണം. ഞാൻ തൊടാൻ പാടില്ല. എനിക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല. 2 കൈ ഇങ്ങനെ വെച്ചിരിക്കണം. തൊടാൻ പാടില്ല. ഞാൻ എൻ്റെ വേർപ്പൊക്കെ അവിടെയായി. അതെ, ചേച്ചീൻ്റെ വീട്ടിലുള്ള ചക്കയാണത്. ചേച്ചീൻ്റെ വീട്ടിലുള്ള അതുപോലത്തെ ചക്കയാണത്. ഒരു ചാക്കം കൊണ്ട് ഉപയോഗമുണ്ടായി. ഒരു ചക്ക, ആ ചാക്കിൻ്റെ അത്രയുണ്ട് നീളം അതിന്. നമുക്ക് ചക്ക വേവിക്കുകയും ചെയ്യാം, ചക്ക വറുക്കുകയും ചെയ്യാം. വെച്ചാൽ വലിയ ചക്കയാണ്. ചക്ക വറുക്കണം. എൻ്റെ മെയിൻ ആഗ്രഹം ചക്ക വറുക്കണം. എന്നിട്ട് കറുമുറ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറിന്? വെറുതെ കിടന്ന് കരിയാ. എന്തെങ്കിലും തിന്നാൻ കൊടുക്കാം. വെറുതെ കണ്ണതാന്ന് അത് കറിയുന്ന അതിൽ നന്നായിട്ടൊന്ന് കാറി കാണിച്ചേ. കൊച്ചിനെ കോപ്പി അടിച്ച് കാറ് വന്നേ. അമ്മാവൻ വിചാരിക്കും എന്നെ വിളിക്കുന്ന വെച്ചിട്ടുണ്ടോ. കഴിഞ്ഞ വട്ടം ഒരു കത്തി ഇവിടെ വെച്ചിട്ട് പോയതാണ്. ഇപ്പം ഇതും ഇവിടെ വെച്ചിട്ട് പോവായിരുന്നു. ഞാൻ കറക്റ്റ് സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്തി കിട്ടി. നന്ദി വേണം, നന്ദി എല്ലാവർക്കും. അപ്പം നമുക്ക് പട്ടി ചന്തയ്ക്ക് പോയാൽ വന്നിട്ട് തിരിച്ചു പോകാൻ ചെയ്യും. ചക്ക കിട്ടിയില്ലേ? ചക്ക കിട്ടി. മാങ്ങ നമുക്ക് കാണിച്ചു. അയ്യോ, കാണിച്ചു കൊടുത്തേക്ക്. ഉണ്ട്, പക്ഷെ ഒന്നും ആയില്ല. അങ്ങ് മേലെ ഇരിക്കാം. നമ്മൾ ഏണിയൊന്നും കൊണ്ടുവന്നുമില്ല. നമ്മളിവിടെ താഴെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. എന്താ
ഇത് മൂത്തിട്ടില്ല 5 വർഷത്തില്ല. കണ്ണിമാങ്ങ അച്ചാറിടണം. അത് കണ്ണിമാങ്ങൊക്കെ വാങ്ങാൻ കഴിയും. കണ്ണിമാങ്ങേൻ്റെ ഭാഗം കഴിഞ്ഞു. അപ്പം നമ്മളിനി ഇത് പൂത്ത് പഴുത്ത് ചീഞ്ഞാതിരിക്കാൻ അടുത്ത തവണ വരിക. കാരണം വെച്ചാൽ ഇനി വരുമ്പം അതെ അടുത്ത വട്ടം വരുമ്പോൾ ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ച് തെണ്ടി നാണം കെട്ട് കൊണ്ടുവന്നതാ. ചേന ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല. നമുക്ക് സ്വന്തമായിട്ട് എന്താ പറയുക, നമുക്ക് കുടുംബത്തിൽ ഇച്ചിരി പറമ്പുണ്ടെങ്കിൽ നമ്മളവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറിച്ചു ഇതാക്കി പൂക്കൂടെ അത് ചെയ്യില്ല. ഇഷ്ടമല്ല. പപ്പാകെ വരുന്ന ചക്ക വറക്കാനാ. ചക്ക പറിക്കാൻ വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. ഗൈസ് അതാ പപ്പ ചക്കയും കൊണ്ട് പോകുന്നു. ബാക്കി കാടിൻ്റെ നടുക്കാണ് മുരിങ്ങമരമൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോകാൻ ആരും സമ്മതിക്കില്ല. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരും മേല് വരട്ടിയിട്ട് കാടിന് നടുക്കൂടെയൊക്കെ പോകും. മേലെ നല്ല മാങ്ങ ഉണ്ടമ്മ. മേലെ നല്ല മാങ്ങയുണ്ട്, ചക്കയുണ്ട്, മുരിങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ സമ്മതിക്കില്ല. ഇങ്ങനെ ഇട്ടാവട്ടത്ത് മാത്രം ഇങ്ങനെയൊക്കെ. അവിടെ കാടുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നല്ല. ആനയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പറിച്ചു പരിപ്പിലിട്ട് വെച്ചാലോ. തോരൻ അത് ആ ഭാഗത്ത് നിറയെ ഉണ്ട്. എന്തിനാ കൊച്ചിനെ കരയിക്കുന്നേ? ചെല്ലാം എനിക്ക് നടക്കാൻ അറിയില്ല. നടക്കും നീ അവനെ കൊണ്ട്? കൊണ്ടാ രസിക്കമ്മേന്ന്. അയ്യോ കത്തി അവിടെ വെച്ചിട്ടുണ്ട്. മുരിങ്ങ മരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട്. എടുത്ത് ചേർത്ത് ഈ കപ്പളങ്ങ മരം വെട്ടിയിട്ട് ആ കപ്പളങ്ങ പറിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആരും സമ്മതിക്കുന്നില്ല. അതല്ലാണ്ട് ഒരു മനുഷ്യന് പറിച്ചിട്ടില്ല. അല്ലമ്മ തോട്ടി എന്തേ? ചക്ക പറിച്ച തോട്ടി ഏതാ മരം ഒരു സംഭവം. അത് വെച്ചിട്ട് കുത്തിയ പോരെ? നമ്മളെ കൊണ്ട് കുത്താൻ പറ്റും. അല്ലേലി പാപ്പ ഭയങ്കര സെൽഫിഷാ. നമ്മൾ എല്ലാം പുല്ലുകളാണ്. ക്ഷീണിച്ചു ഗൈസ്. വെള്ളം എനിക്ക് ഈ ചൂടുവെള്ളം ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ബ്ലക്കാന്നൊന്നും കുടിക്കാൻ ഇഷ്ടമല്ല. വലിയ ജ്യൂസോ സർബത്തോ ഇങ്ങനെ കുടിക്കുന്നത്. അതെ, ഈ കാട്ടിൽ ജ്യൂസ് അടിക്കാനോ സർബത്ത് അടിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ക്ഷണിക്കുന്നേ. വീട്ടിൽ ചെന്ന് ഞാൻ ടാങ്ക് കളിക്ക് കുടിക്കും. ആർക്കും തരില്ല, ഞാൻ മാത്രം കുടിക്കും. ഇത് താമരച്ചക്കയാണ്. താമരച്ചക്ക കുഞ്ഞിച്ചക്ക. അത് വലുതാവൂലേ? ഇല്ല, ഈ മരത്തിൽ നോക്കി ഏതെങ്കിലും ഒരു ചക്ക വലുതായിട്ടുണ്ടോ? ഇത് നമ്മുടെ ചക്കമരം കേട്ടോ, പ്ലാവ് മരം. നിറയെ ചക്കയുണ്ട്, പക്ഷെ ഒന്നും മൂത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറിച്ചില്ല. ഒരു ഇടിഞ്ചക്ക പറിച്ചാലോ? ഇടിഞ്ചക്ക പറിച്ചാലോ? എന്തോ നമ്മൾ ഇടിച്ചക്ക പറിക്കാൻ പോവുകയാണ്. തെറി പറയുന്നേരം നമ്മളിവിടെ കുറേ ചുറ്റി ചെയ്യും. തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കുട്ടികളായിട്ട് നമ്മളാണെങ്കിൽ മിക്കവാറും ഞാൻ ഇവിടുന്ന് വീഴും. എനിക്ക് ചക്ക വേണം. ഇത് പിടിക്കാത്തത് കൊണ്ട് നമുക്ക് ഗൈസ് ഇത് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ സാധനമല്ലേ? അതെ, ഒരു സൈസ് ചീഞ്ഞ മണം വരും കുറച്ച് കഴിയുമ്പോൾ. ഇടിച്ചക്ക വറക്കിയോ? കിട്ടുന്നില്ല ചേച്ചാ. ആശാൻ കളത്തിലിറങ്ങോ? പക്ഷെ വേറൊരു സൂത്രം കണ്ടേ ഞാൻ പറഞ്ഞു. എന്താ എന്ത്? ഇവിടെ നോക്കി തട്ടിയുടെ അറ്റത്ത് ഞാൻ പറഞ്ഞോ ഒരു ചക്ക പറിക്കാൻ വരെ വയ്യടിക്ക്. തളർന്നു പോയി. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കേ, ചേരണ്ടിക്കൊണ്ടിരിക്കുക. ഹസ്ബൻഡ് അവിടെ നോക്കി നിന്നിട്ട് ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഒരു ഹസ്ബൻഡ്. സ്നേഹമുള്ള ഒരു ഹസ്ബൻഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടോ? ഇനി അടുത്ത് നമ്മൾ കപ്പളങ്ങ, പഴുത്ത കപ്പളങ്ങ ഉണ്ട് ഇവിടെ. അതും കൂടെ പറിക്കാൻ പോവാണ്. കുഞ്ഞിച്ചക്ക, ഇത് തന്നെ പറ്റിയ ചക്ക കിട്ടിയേ. ഇത് കൊന്തയിലേക്ക് വീണ കിട്ടി. പോവോ? സത്യവാൻ ഒറ്റ വിട്ടിട്ട് പറിച്ചത്. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക കിട്ടി. ഇത് പഴുത്തതാട്ടോ.
കുറേ കാന്താരിയുടെ തൈകളൊക്കെ നിറയെ ഉണ്ട് പറമ്പിൽ. പക്ഷെ ഒന്നും ആയിട്ടില്ല. ആയതൊക്കെ ഞാൻ വെട്ടി എടുത്ത് കൊണ്ടുപോയാണ്. ആയില്ല. അപ്പം നമുക്ക് ചക്കയും മാങ്ങയും തൈയും ഒന്നും കിട്ടിയില്ല. ഉള്ളത് കൊണ്ട് നമുക്ക് ചക്കിട്ട് പോകാം. എൻ്റെ കാലിൽ മുഴുവൻ ഉറുമ്പ്. മുമ്പിൽ നിന്ന് മാറി കത്തിയൊക്കെ ചിലപ്പോൾ വീശി വരും. അത് അവസാനം നാളെ പത്രത്തിൽ വരും. വീഡിയോ എടുത്തോണ്ടിരുന്ന മോളെ കഴുത്ത് വെട്ടി കൊന്നെന്നും പറഞ്ഞിട്ട്. സത്യം. അതിന് ഇച്ചാന് ഇങ്ങോട്ട് വരുന്ന പറയുമ്പോൾ ഇച്ചാന് ഭയങ്കര ദേഷ്യമാണ് നമ്മുടെ അടുത്ത്. വിശക്കുന്നു. അത് അരക്ക് വരും കുഞ്ഞ്. നമുക്ക് ഇതും കൊണ്ടാണോ ചക്ക വെട്ടിയത്? അയ്യോ ശരിയായില്ല. നീ ഒന്നും ചെയ്യണ്ട ദേവി, ഇതെന്നെ വെറുതെ വിടാൻ. ഇതിനകത്തൊന്ന് പൂട്ടായിരുന്നു. മാങ്ങ വിടാം. ഈ പറമ്പിൻ്റെ മേലെ വശം ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് കാണിച്ചു തരണം കേട്ടോ. പാപ്പ മീനോ ഇവിടെ കൊടുക്കാക്കെ. നമ്മുടെ പറമ്പിൽ എന്തുണ്ടെങ്കിലും നമ്മൾ അതിന് കൂടെ കൊടുക്കാക്കും. ആരും ചോദിക്കാതെ. മതിച്ചാൽ തിന്നോട്ട് റെഡിയായിക്കോളും. മധുരം കുറവാ. നല്ല പഴുത്തിട്ടൊന്നുമില്ല. പക്ഷെ രസമല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നേരത്തെ നമുക്ക് വീഡിയോ പിന്നെ എടുക്കാൻ പറ്റില്ല. കാല് മൊത്തം ഉറുമ്പ് കയറി ഞാൻ ചാടി പഴഞ്ഞ് ഓടി മൊത്തം ഇതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് കൊച്ചുറങ്ങി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സംസാരിച്ചാൽ കൊച്ചെനിക്ക്. അപ്പം ടാറ്റ ബൈ ബൈ.